വികസനത്തിന്റെ സ്തംഭനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തുകളിൽ 40% പദ്ധതി പണം വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ചപ്പോൾ ഭരണഘടനയുടെ 73-74 വകുപ്പുകൾ, ആ വകുപ്പുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട്, ആ അനുച്ഛേദത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് രൂപം കൊടുത്ത പഞ്ചായത്ത് രാജ് നിയമം, ആ നിയമത്തിലൂടെ സാധ്യമായ തദ്ദേശ ഭരണകൂടത്തിന്റെ വികസനവും പ്രാദേശികമായ വികസനവും അതിനെ മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോമ്രേഡ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് പദ്ധതി പണം 40% വെട്ടിക്കുറച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ സമരം കേരള സംസ്ഥാനത്ത് 50,000 വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കർമ്മപടന്മാരെ അണിനിരത്തിക്കൊണ്ട് ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരമായിട്ടാണ് സംസ്ഥാനത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം 4-5 വിഷയങ്ങളാണ് ഈ സംസ്ഥാനത്ത് പൊതുജന മധ്യത്തിൽ ഭരണകേന്ദ്രങ്ങളുടെ മുന്നിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ. ഒന്ന്, ത്രിതല പഞ്ചായത്തുകൾക്ക് വെട്ടിക്കുറച്ചിരിക്കുന്ന ഫണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രാമതലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വികസന മുരടിപ്പ്, അതുപോലെ തന്നെ ട്രഷറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണം, ചെറിയ ബില്ലുകൾ പോലും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മാറിയെടുക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമതായി കാർഷിക വായ്പ, അതിന്റെ പലിശ കുറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ഡിമാൻഡ്. 4, വായ്പാ കുടിശ്ശികയുടെ പേരിൽ ഈ സംസ്ഥാനത്ത് ആകമാനം നടത്തിവരുന്ന ജപ്തി നടപടികൾ അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു മുദ്രാവാക്യം. 5, അതിസുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം, കേരള സംസ്ഥാനത്ത് ആശാ വർക്കർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അവർ നടത്തുന്ന 2 മാസങ്ങൾ അടുത്തു വരുന്ന സമരം, ആ സമരത്തെ കണ്ണിൽ ചോരയില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് തങ്ങളുടെ നിലപാടുകൾ മാറ്റി അനുഭാവപൂർണമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രയോറിറ്റി നൽകിക്കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായിട്ടുള്ള മുദ്രാവാക്യം. ഇങ്ങനെ 5 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു രാവ് പിന്നിട്ട് നീണ്ട ഒരു സമരത്തിന്റെ ഘട്ടത്തെ രൂപപ്പെടുത്തി ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോമ്രേഡ് പിണറായി വിജയനാണ്. ഈ സംസ്ഥാനത്ത് 2ാമത് ഊഴമാണ് പിണറായി വിജയൻ ഭരണം. 2ാമത് തുടർ ഭരണം കേരളത്തിൽ പിണറായി ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ കേരള സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും അതിന്റെ ഭരണാധികാരത്തെ നേതൃത്വം നൽകുന്ന പിണറായി വിജയനും ഇനിയൊരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. TP ചന്ദ്രശേഖരനെ 51 വെട്ട് നടത്തി കൊലപ്പെടുത്തി മനുഷ്യത്വം മരവിച്ച കിരാതമായ ആക്രമണം അഴിച്ചുവിട്ട് ആ പൊതുപ്രവർത്തകനെ കൊന്നൊടുക്കിയ പാർട്ടി മനുഷ്യത്വം മരവിച്ച ആ മാനസികാവസ്ഥയിൽ നിന്ന് വീണ്ടും മാറിയിട്ടില്ല എന്ന് ആശാ വർക്കറോട്, ആ സമരത്തോട് അവർ പുലർത്തുന്ന സമീപനത്തിൽ നിന്ന് വ്യക്തമാണ്. നമുക്കറിയാം, മനുഷ്യനാകണം, നീ മനുഷ്യനാകണം എന്നൊക്കെ മുരുകൻ കാട്ടാക്കടയെ കൊണ്ട് പാടിച്ച് വിപ്ലവ ഗാനങ്ങൾ ഉരുവിട്ട് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടം. ഈ ഘട്ടത്തിലാണ്
പിണറായി വിജയനോട് ഐക്യജനാധിപത്യ മുന്നണിക്കും അതിന്റെ പ്രവർത്തകർക്കും പറയുവാനുള്ളത്, മനുഷ്യനാകണം, നീ മനുഷ്യനാകണം. പ്രിയപ്പെട്ടവരെ, ഈ ആശാ സമരത്തിന്റെ നേർക്ക് കണ്ണിൽ ചോരയില്ലാത്ത നിലപാടും നടപടിയുമായാണ് തൊഴിലാളി വർഗ പാർട്ടിയുടെ ഗവൺമെന്റ് എന്ന് അവകാശപ്പെട്ട് അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ നയവും സമീപനവും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കേരളത്തിൽ നമുക്കറിയാം, ഈ രാജ്യത്ത് UPA-യുടെ ഒന്നാം ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ആശാ വർക്കർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അവരെ ഈ രാജ്യത്ത് സൃഷ്ടിച്ചത്. ആശാ വർക്കർമാർ എന്ന് പറയുന്ന നാട്ടിൽ ഗ്രാമങ്ങളിലെ രോഗത്തിലായി കിടക്കുന്ന ആളുകളെ, അശരണരെ, വന്ധ്യ വയോധികരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ, ആക്രിഫൈഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം സാധാരണക്കാരെ ഈ രാജ്യത്ത് സൃഷ്ടിച്ചത് ഒന്നാം UPA-യുടെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഈ രാജ്യത്ത് സാധാരണക്കാരുടെ ജോലി ചെയ്യുന്നതിന് അവസരം നൽകി സൃഷ്ടിച്ച പരിശീലനങ്ങൾ നൽകി നാട്ടിലെ പാവപ്പെട്ടവന്റെ വീട്ടിൽ, കിടപ്പ് രോഗികളുടെ വീട്ടിൽ, ആശരണരുടെ വീട്ടിൽ പ്രഷർ നോക്കുവാൻ, ഷുഗർ നോക്കുവാൻ, വാഹന സൗകര്യത്തോടു കൂടി ലാബുകളിൽ ഹോസ്പിറ്റലുകളിൽ എത്തുവാൻ ശേഷിയില്ലാത്തവന്റെ വീട്ടിൽ എത്തി ശുശ്രൂഷിക്കുന്നതിനും കാര്യങ്ങൾ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന മോണിറ്ററിൽ തിരിച്ചറിഞ്ഞ് അവർക്ക് ചികിത്സയ്ക്കുള്ള സാങ്കേതികമായ മികവ് പുലർത്തുന്ന രീതിയിൽ പരിശീലനം നൽകി പറഞ്ഞയച്ച ആ വിഭാഗത്തിലുള്ള ആളുകൾ കേവലം 7000 റുപ്പിക മാത്രം മാസം ലഭ്യമാകുന്ന ഒരു സ്ഥിതിയിൽ ജോലി ചെയ്യുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ, സംവത്സരങ്ങൾ കുറയായി. പക്ഷേ ആ അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് 30 ദിവസമായി ഹരിച്ചു കഴിഞ്ഞാൽ വെറും 223 റുപ്പികയാണ് ലഭ്യമാകുന്നത് പ്രതിദിനം എന്നുണ്ടെങ്കിൽ ആ തുക കൊണ്ടൊരു കുടുംബം പോറ്റുവാൻ കഴിയില്ല എന്നുള്ളതാണ് സാഹചര്യം. സ്വന്തം കുഞ്ഞുങ്ങളെ ഇട്ട്, ഭർത്താവിനെ ഇട്ടിട്ട് രാവതിയോളം സമൂഹത്തിൽ പണി ചെയ്യുന്ന ഈ വിഭാഗത്തിലുള്ള ആളുകൾ വെറും 222 റുപ്പിക്ക് പ്രതിദിനം ജോലി ചെയ്യുമ്പോൾ ഈ നരിയുടെ വില 65 റുപ്പിയ. 160 റുപ്പിയോടെ 1 കിലോ കോഴി മാംസം വാങ്ങണമെങ്കിൽ, അനുബന്ധമായ പല വ്യഞ്ജനങ്ങൾ വാങ്ങണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സാധ്യമല്ലാത്ത ഒരു ജീവിത സായാഹ്നത്തിലൂടെയാണ് ഈ ആശാ വർക്കർമാർ കഴിഞ്ഞു പോകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ന്യായമായ വേതനം വേണമെന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുസമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡ്. നിങ്ങളറിയണം, ഒരു ജനാധിപത്യ സമരമാണ് കേരളത്തിൽ അനന്തപുരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും ജനാധിപത്യ മാർഗത്തിലൂടെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ സമരത്തെ തകർക്കുന്നതിനും അവരെ കേൾക്കുന്നതിനും ഈ ഗവൺമെന്റ് തയ്യാറല്ലാത്ത മുഖം തിരിച്ചുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കോരിച്ചൊരിയുന്ന വേനൽ മഴയിൽ വലിച്ചു കിട്ടിയ ടാർപോളിൽ അഴിച്ചുവിട്ട് പോലീസിനെ ഉപയോഗിച്ച് ആ സമര പന്തലിനെ വരെ തകർക്കുവാൻ
ഈ പിണറായി ഭരണകൂടം മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്യുന്നവരെ കള്ള കേസുകളിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ ആളുകളെ പല ഘട്ടങ്ങളിലായി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. മറ്റൊന്ന്, ഈ സമരം നേതൃത്വം എടുക്കുന്നത് SUCE ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു. ഭരണത്തിന്റെ അധികാരത്തിലിരിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ ഗവൺമെന്റ് ഈ നാട്ടിൽ അംഗീകരിക്കപ്പെട്ട നിയമവ്യവസ്ഥിതികളെല്ലാം വെല്ലുവിളിക്കാതെ ഒരു ജനകീയ സമരം നടക്കുമ്പോൾ ആ സമരത്തെ ആര് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ഭരണാധികാരികൾ കാണേണ്ടത്. ജനാധിപത്യപരമായിട്ട് മൗലികമായിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് സമരമെങ്കിൽ ഈ സമരത്തെ കേൾക്കുവാൻ കോമറേഡ് പിണറായി വിജയൻ തയ്യാറാകേണ്ടതായിരുന്നു. പക്ഷേ തയ്യാറായില്ല. കഴിഞ്ഞ ദിനം തങ്ങൾ ആറ്റുനോറ്റ് ഷാമ്പു ചെയ്ത് പേൻ ചീകി അമ്മ കുഞ്ഞിനെ മടിയിൽ കിടത്തി ലാളിച്ച് ആ പരിലാളനയോടുകൂടി വളർത്തിയെടുത്ത തന്റെ രൂപത്തിനും ഭാവത്തിനും ഇണങ്ങുന്ന ആ സ്ത്രീകളുടെ മുടി മുണ്ടനം ചെയ്തുകൊണ്ടും മുറിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എറിഞ്ഞുകൊണ്ടും ആ സമരത്തിന്റെ മറ്റൊരു രൂപം നമുക്ക് കാണുവാൻ കഴിഞ്ഞു. കിരാതമായ ഒരു അവസ്ഥയിലേക്ക് ഈ ആശാവർക്കർമാരെ തള്ളിവിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ തുറമുഖ മത്സ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണഘടനയെ അധിക്ഷേപിച്ച് പുറത്തുനിന്ന് തിരിച്ചു കയറിയ മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പെൻഷൻകാർ മരണപ്പെടുന്നില്ല എന്ന്. ആ മന്ത്രി കേരളത്തിലെ മനുഷ്യൻ മരിച്ചു പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഒരു ഉട്ടോപ്യൻ സാംസ്കാരിക അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ അവസ്ഥാന്തരമാണ് എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുക. പെൻഷൻകാർ മരിച്ചു പോകുന്നില്ല. അങ്ങനെ മരിച്ചു പോയാൽ അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കൈയിട്ടുവാരി തിന്നുവാൻ കുറച്ച് പണം ഖജനാവിൽ ശേഷിക്കുമെന്നുള്ള ദുർചിന്തയാണ് മന്ത്രി സജി ചെറിയാന്റെ ആദരങ്ങളിലൂടെ ഈ ആശാസമരത്തിനെതിരെ കേരളത്തിന്റെ മനസ്സാക്ഷി കേട്ടുണർന്നത്. പ്രിയപ്പെട്ടവരെ, 9,38,080 കോടി രൂപ ഈ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകി എന്ന് പറയുന്നു. 120.45 കോടി രൂപ ഇത് കൂടാതെ വീണ്ടും കേന്ദ്രം നൽകി എന്ന് പറയുന്നു. ഏതായാലും ഈ പണം സംബന്ധിച്ച് തർക്ക വിതർക്കങ്ങൾക്കിടയില്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പരിശോധിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുന്ന തുകയാണ്. പക്ഷേ ഈ ഗവൺമെന്റ് ലഭിച്ച പണം അതുപോലും കൃത്യമായി വിന്യസിക്കുവാൻ, പ്രൊജക്ടുകൾ ഉണ്ടാക്കുവാൻ തയ്യാറില്ലാത്ത മിസ്മാനേജ്മെന്റാണ് കോമറേഡ് പിണറായി വിജയന്റെ മന്ത്രിസഭ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുക. മന്ത്രി വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്.
ആശാ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാന് എന്ന് പറഞ്ഞ് സ്ഥിരം വേഷം മാറി, സാരി മാറി, ചുരിദാറിട്ട് ഈ സംസ്ഥാനത്ത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പ്ലെയിൻ കയറി ഡൽഹിയിലെത്തി കേരള ഹൗസിൽ താമസിച്ചു. ക്യൂബ ഗവൺമെന്റിന്റെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അനന്തപുരിയിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെന്ന ആ മന്ത്രി കേരളത്തിലെ ജനങ്ങളോടും സമരമതിയിലുള്ള ആശമാരോടും പെരും നുണ എഴുന്നള്ളിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് യാത്രയായതെന്ന് നമ്മൾ കണ്ടു. കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള JP നദ്ദ എന്ന് പറയുന്ന മന്ത്രിയെ കാണണമെങ്കിൽ സംസ്ഥാന മന്ത്രിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഇതിന് പ്രോട്ടോകോൾ ഉണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആളല്ല. ഏത് പാർട്ടിയുടെ ആളുമായിക്കൊള്ളട്ടെ, ആ മന്ത്രിയെ കാണുവാൻ മന്ത്രി വീടയ്ക്ക് സാധിച്ചില്ല. അപ്പോയിന്റ്മെന്റ് ഇല്ല എന്ന് ഏഷ്യാനെറ്റിന്റെ ഡൽഹി കറസ്പോണ്ടന്റ് പ്രശാന്ത് രഘുവംശം കണ്ടെത്തി ചോദിച്ചപ്പോൾ മുൻ മാധ്യമ പ്രവർത്തക കൂടിയായ ആരോഗ്യമന്ത്രി വീണ അശ്വഫിയുമായി സംസാരിച്ചുകൊണ്ട് ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞ് ക്യാമറ തട്ടിമാറ്റിപ്പോയത് നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ അനന്തപുരിയിൽ സമരം നടത്തുന്ന നൂറുകണക്കിന് വരുന്ന സ്ത്രീകൾ, അവരോടാണ് ഈ കൊടും ക്രൂരത എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. സമൂഹ മനസാക്ഷി സമരക്കാർക്ക് അനുകൂലമായി വന്നപ്പോൾ നേർത്തിയില്ലാതെ 2 ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് വിളിച്ചു. ഈ ചർച്ചകളിലെല്ലാം CITUവിന്റെ അടക്കമുള്ള ആശാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഗവൺമെന്റ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു കമ്മീഷനെ വെച്ച് പഠിക്കാമെന്ന നിർദ്ദേശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിരവധിയായ കമ്മീഷനുകളെ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, തൊട്ടറിഞ്ഞിട്ടുള്ള, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള, ഖജനാവിന് ബാധ്യത വരുത്തി കോടികൾ വിഴുങ്ങിക്കൊണ്ടുപോയ ജുഡീഷ്യൽ കമ്മീഷനുകളടക്കം കണ്ടുപരിചയമുള്ള കേരളത്തിലെ സമരഭൂമിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറഞ്ഞു ഈ വിഷയത്തിൽ ഒരു കമ്മീഷന്റെ ആവശ്യമില്ല എന്ന്. ഏത് കാര്യത്തിലും പിണറായിക്ക് കമ്മീഷനാണ്. ആ കമ്മീഷൻ പണപരമായ കമ്മീഷനുണ്ട്, ജുഡീഷ്യൽ കമ്മീഷനുണ്ട്, അല്ലാതെയുള്ള വെറും പഠനമുണ്ട്, അതിന്റെ റിപ്പോർട്ടുണ്ട്.